അവിടെ ഞാൻ പരസ്യമായി രംഗത്തിറങ്ങിയില്ല. കടലുണ്ടിയിൽ വന്ന് ഉണ്ണിയേട്ടൻ ഇപ്പല്ല മരിച്ചുപോയി, ഉണ്ണിയേട്ടനെ കണ്ടു. നമുക്കിങ്ങനെ ക്ലാസ് നടത്തണം, ഒരു ഗീതാജ്ഞാനയജ്ഞം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കടലുണ്ടി ഞങ്ങൾ 12 വർഷക്കാലം ഉത്സവമായിരുന്നു ഞങ്ങൾക്ക് ഗീതാജ്ഞാനയജ്ഞം. സ്വാമി അധ്യാത്മാൻ സരസ്വതി പ്രബന്ധജി. അങ്ങനെയാണ് ഞാൻ ഈ ആധ്യാത്മിക മേഖലയിലേക്ക് കടന്നു വരുന്നത്. എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു തന്നവിടെ, എത്ര തീവ്രതയുള്ള ആളിങ്ങനെ. അപ്പോഴും ഞാൻ ഈ ഗീതാജ്ഞാനയജ്ഞത്തിൻ്റെ നോട്ടീസ് എൻ്റെ കീശയിൽ ഞാൻ ആരും കാണാതെ കൊണ്ടെടുക്കുക. കാരണം എൻ്റെ ബന്ധങ്ങൾ മുഴുവൻ അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു മേഖലയാണ്. അപ്പം അവരെന്നെ കളിയാക്കുമോ? ക്ഷേത്രത്തിൽ ഞാൻ ഒളിച്ചാൽ പോകുക ആ സമയത്ത്. കാരണം ഫസ്റ്റ് ഗീതാജ്ഞാനയജ്ഞം ക്ഷേത്രത്തിലാണ് വെച്ച് നടത്തുന്നത്. അപ്പം എനിക്കാണ്ട് കയറുമ്പോൾ എൻ്റെ ഉള്ളിലൊരു പിടക്കിലാണ്. കാരണം എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഇന്നേ വരെ ഞാൻ കാത്തു സൂക്ഷിച്ച കുറേ ബന്ധങ്ങൾ, ഇവരെന്താ കരുതുക എന്നുള്ളൊരു തോന്നൽ അന്ന് തുടക്കത്തിൽ എനിക്കുണ്ടായിരുന്നു.